നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തനായ അതിഥികളെ തേടി വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ജൈത്ര യാത്രയിൽ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് നെല്ലിവിള തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു പ്രിയപ്പെട്ട അമ്മ മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. അമ്മയുടെ 2 മക്കൾ മിലിറ്ററിയിലാണ്, രണ്ടുപേരും ജാർഖണ്ഡിലും മറ്റേ കാശ്മീരിലൊക്കെയാണ്. അപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ പണിക്ക് പോയിട്ട്, അതായത് തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്ന സമയത്ത് ഒരു അതിഥി പെട്ടെന്ന് കയറി ഒരു റൂമിനകത്തോട്ട് പോയെന്ന് പറഞ്ഞു. അമ്മ ആ സമയം തൊട്ട് അമ്മ അവിടെ അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് കാലൊക്കെ കുറച്ച് നടക്കാനൊക്കെ സ്വാധീനക്കുറവുള്ള ഒരാളാണ്. അപ്പോൾ അമ്മ ആ സമയം തൊട്ട് അവിടെ അതിന് വേണ്ടി ആ വാതിലിൻ്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഉണ്ണാനൊന്നും പറ്റിയില്ല. അമ്മ ആ സമയം തൊട്ട് അവിടെ കാത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ, അവിടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. അമ്മ നമസ്കാരം. സുഖമായിരിക്കുന്നോ? എന്നൊന്നും ചോദിക്കുന്നില്ല. ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വീട്ടിനകത്ത് പാമ്പിനെയൊക്കെ റോട്ടിൽ കൂടെ പോയി പാമ്പിനെയൊക്കെ ഓട്ടിച്ച് വീട്ടിനകത്ത് കെട്ടി അടച്ചു വെച്ചേക്കാണ്. വേറെ ഒരു പണിയില്ല. ഒരു പണിയില്ല. ഒറ്റ കുത്തടിച്ച് തരും കേട്ടല്ലോ. ഇത് എവിടെയാമ്മ? ഇതിനകത്തോ? ആ സമയം തൊട്ട് അമ്മ ഇവിടെ ഉണ്ടോ? ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ബഹളം കേൾക്കണതിനകത്ത് കുപ്പിയിലിട്ട് കൊട്ടിയിരിക്കുന്നത്. ഞാൻ ഒരു കമ്പെടുത്ത് കഥനെ കുത്തി തുറന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടോണ്ട് ഓടി അതിനകത്തോട്ട് കയറി പോയി. കണ്ടമ്മ. അതിനുശേഷം അമ്മ ഇവിടുന്ന് പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് കഥ അടച്ചിട്ട് അവിടെ ചെന്ന് ആളെ വിളിച്ചു, എല്ലാവരും വിളിച്ചു കൂട്ടി. ഈ പഞ്ചായത്തിലെ മൊത്തം ആൾക്കാരെ വിളിച്ചു കൂട്ടി. സമാധാനമായില്ല. അടിപൊളി. അപ്പോൾ സന്തോഷം. പാവം അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ലായിരുന്നു. കൂട്ടിന് ആവശ്യങ്ങൾക്ക് നമുക്ക് ആളുകൾ വേണമല്ലോ. അപ്പോൾ വാർഡ് മെമ്പറാണ് അദ്ദേഹം. അതുപോലെ അമ്മ ഒറ്റയ്ക്കല്ല, അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കളും പട്ടാളത്തിലാണ്. നമ്മൾ സുഖമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉറക്കൊഴിയുന്നവരാണ് അമ്മയുടെ മക്കൾ. അപ്പോൾ നമ്മൾ എന്തായാലും അമ്മയെ വിളിച്ച് നമ്മൾ എന്തായാലും ആദ്യം ഇങ്ങനത്തെ കോളുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ അമ്മ സേഫായിട്ട് അടച്ചു വെച്ച് നമ്മൾ എന്തായാലും തുറന്ന് നോക്കാം. ഇതിനകത്ത് എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് നോക്കാം ഇത് എവിടെയാണെന്നൊന്നും ഒരു പിടിയില്ല. അമ്മ കണ്ടിട്ടില്ല. മക്കളതിനെ അങ്ങോട്ട് ആ റൂമിനകത്തോട്ടങ്ങ് വെച്ചോ, ഒതുക്കി വെച്ചു. നല്ല വെയിറ്റ് ഉണ്ട്. അതിനകത്ത് നോക്കിയേ. അടിപൊളി. ഇവിടെ നമുക്ക് കാണാം. അമ്മ പറഞ്ഞ പോലെ ഒരു പാമ്പ് തന്നെയാണ്. പക്ഷേ അധികം സൈസില്ല. അമ്മ പറഞ്ഞാൽ ഭയങ്കര സൈസാണ്. അധികം സൈസുള്ളതല്ല, ഇടത്തരം ഒരു മൂർഖൻ. എന്തായാലും നമുക്ക് മേശ ഒന്ന് അല്പം ഇങ്ങോട്ട് നീക്കാം. ഒരു ചെറിയ മുറുകൻ, അത്ര വലുതൊന്നുമില്ല. അമ്മ പറഞ്ഞ കണക്കുള്ള ഭയങ്കര സൈസൊന്നും അല്ല. ഒരു കുഞ്ഞുകുട്ടൻ എന്ന് പറയുമ്പോൾ ഒരു 2-3 വയസ്സിന് മേളിൽ പ്രായം വരുന്ന അതിഥി. അതിൽ ഒരുമിച്ച് നീക്കാത്തതിനകത്ത് മോഷൻ കാഷ്ടമൊക്കെ അടിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പോൾ മോഷനൊക്കെ പാസ് ചെയ്ത് അങ്ങനെ അതാണ്ട വാലൻ്റെ അടിയിലോട്ട് പോകണണ്ട. അതാ നമുക്കതിനെ നീക്കുക എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് പോവാതെ കുറേ ചെറിയ, അല്ലെങ്കിൽ അതിൻ്റെ വാലൻ്റെ ഇടയിൽ ഞെരുങ്ങിയിട്ട് മരണം പെടും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ ഒരല്പം അങ്ങോട്ട് ചരിച്ചാൽ പറ്റുമോ എന്നറിയില്ല. കാരണം ചരിക്കുമ്പോൾ അവിടെ ബാക്കിൽ പോയി തട്ടാൻ സാധ്യത. നോക്കട്ടെ. ഇതിൻ്റെ അടി കാണാമോ? സൂപ്പർ. മൂർഖം മാത്രമല്ല, ചേരയും രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്ത്. സാധാരണ ഇതിലാണെങ്കിൽ രണ്ടും കൂടെ ഫൈറ്റിംഗ് ആണ്. അതാ നോക്കി. ചേരയും മൂർഖൻ രണ്ടുപേരും. ഇത് ചേര, അത് മൂർഖൻ. മൂർഖൻ ചെറുത്,
ചേര നല്ല സൈസ് കണ്ടോ. അപ്പോൾ നമുക്കൊരു അല്പം കൂടി ഒന്ന് നിവർത്തി വെച്ചാൽ നമുക്ക് അലമാര ഒന്ന് സേഫായിട്ട് കുറച്ചുകൂടെ നീക്കാം, അല്ലെങ്കിൽ അലമാരയുടെ അടിയിൽ കിട്ടത്തില്ല. ഇതാ പോണതാണ് മൂർക്കന്തോ പോണതാ, അടിപൊളി കണ്ടോ. ഇതാ വരുന്നു, അത്ര സൈസുള്ളതല്ല, ഒരു 4 വയസ്സോളം പ്രായം, 3-3.5 വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർക്കൻ കണ്ടോ. അപ്പോൾ നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഈ അലമാരയ്ക്കകത്ത് തന്നെ നമ്മളെ പാന്തമ്പതിയുടെ പ്രത്യേകത, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഇരുന്നെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഒന്ന് ആലോചിക്കുക, രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിച്ചാൽ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ അറിഞ്ഞൊന്നും വരത്തില്ല മഴയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചേര സാറിനെ ഒന്ന് പുറകോട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുക, മൂർഖ സാറിനെ കണ്ടില്ല, കണ്ടോ എൻ്റെ അമ്മ. ഇതാണ് നമ്മുടെ അമ്മ കണ്ട, അമ്മയുടെ കാലിൽ കൂടെ കയറി അമ്മയെ കതവിലൊക്കെ തട്ടിയെന്ന് പറഞ്ഞ ആൾ ചേര. പക്ഷെ അമ്മ പറഞ്ഞത് മൂർഖനാണെന്നാണ് അമ്മ പറയുന്നത്, പക്ഷേ മൂർഖനത് ചെറുതാണ്. ഇത് കണ്ടോ, വലിയ ചേര ഉണ്ടോ, ഏകദേശം 6 അടിയിൽ മുകളിൽ വരുന്നൊരു ചേര, നല്ല സൈസ് കണ്ടോ. അതിൻ്റെ ഉടുപ്പിനകത്തൂടെ കയറി, ഈ സാധനം നല്ല സ്മെല്ലാണ്. ഉടുപ്പിനകത്ത് കയറിഞ്ഞ ഉടുപ്പൊക്കെ മാറാതെ നമുക്ക് ഒരിടത്ത് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലാണ് കേട്ടോ. ഒരു 6 അടിയോളം നീളമുള്ള ചേര, നല്ല സൈസ്. പക്ഷെ അമ്മ ഈ വാതിലൊക്കെ ഒന്ന് തട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു ചേര മൂർഖനതിയെ കടിച്ചിട്ടുണ്ടോ, അല്ല മൂർഖനതി ചേരയെ കടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്, ചെറിയൊരു സംശയമുണ്ട്. നല്ലൊരു മോശം പാസ് ചെയ്തിരിക്കുന്നു അവിടെ കണ്ടോ, വലിയ ചേര, നല്ല സൈസുള്ള ചേര. ഈ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്ട് ചേരയാണെങ്കിൽ പോലും അമ്മ പിടിപ്പം മൂർഖൻ അമ്മ കറക്റ്റായിട്ട് പറയുന്നത് എൻ്റെ ശരീരത്തിൽ കയറാൻ മൂർഖനാണ്, കോബ്രയാണ്, പത്തിയുള്ളതാണ്, പത്തിക്കാരാണ് നമ്മൾ ഉറപ്പായിട്ട് പറയുന്നത്. പക്ഷേ ഇവൻ എങ്ങനെ വന്നു, ഇവൻ ഈ എയർപോർട്ട് വഴിയൊക്കെ വന്ന് ചാടാം, തറയിൽ കൂടെ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ മൂർഖൻ അതിഥിക്ക് ഈ കണ്ട എൻ്റെ അടിയിൽ കൂടെ കണ്ട ഹോളിൽ കൂടെ ഒക്കെ കയറാം. ഇവിടെ ചെറിയ ഹോളാണ്, ഈ വാതിലിൻ്റെ അടി ചെറിയ ഹോൾ, ഇതുവഴിയൊക്കെ വന്ന് കയറാം, ചെറിയ മൂർഖൻ. പക്ഷേ ഇത് വലിയ ചേര കണ്ടോ. നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു അമ്മ തുറന്നിട്ടുന്ന സമയത്ത് അങ്ങനെ ഇതിനകത്ത് കയറിയതാവാം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് സ്ഥിരം അമ്മ പറഞ്ഞ സ്ഥിരം ഇതിനകത്ത് തട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എലിയെ പിടിക്കുക, അടിയിൽ എലിയുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു എലി പോലും അതിനകത്തില്ല. അമ്മ ഇത് തന്നെയാണ് കണ്ടത്, ഇതിനെ തന്നെ കണ്ടത്. ചോദിച്ചു നോക്കണം, അമ്മ ചോദിക്കുന്നുണ്ട് അതിനാണ് കണ്ടത്. അമ്മ ഇരുന്നോ, ഒന്നും ചെയ്യത്തില്ല, ധൈര്യം. അമ്മ ഇതിനെ സ്ഥിരം ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നല്ലേ, അമ്മയുടെ ദേഹത്തെ ഇത് തന്നെയാണോ? ഇന്നലെയാണോ? അത് മഴത്തുള്ളി വെള്ളം പണിന്ന് ഇവിടെ തണുപ്പടിച്ച് അല്ല തന്നെ. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ കണ്ടല്ലോ ചേര, ഇത് അമ്മ കണ്ട ചേര, അമ്മയുടെ സ്ഥിരം കൂട്ടുകാരനല്ലേ, ഇതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? കൊണ്ടുപോകണം, രക്ഷയില്ല. പറ്റിയ ആള് നല്ല അമ്മ കേട്ടാ, നല്ല അമ്മ, തല്ലിക്കൊല്ലാന്ന്. അദ്ദേഹത്ത് പൊള്ളല്ല, അതൊരു സൈസ് മുഴയാണ്. എന്താ പറയുക, ഇതൊക്കെ അസുഖങ്ങളാണ് നമുക്കുണ്ടാകും പോലെ ഓരോരോ അസുഖങ്ങൾ ഇവർക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും, മൂർഖൻ ഇതിനെ വിഴുങ്ങുമെന്ന്. ഈ നമ്മൾ അതിനകത്ത് മൂർഖനുണ്ട്, പക്ഷെ അത് വലുതല്ല, ചെറുതാണ്, അതൊരിക്കലും ഇതിനെ വിഴുങ്ങുകയില്ല. ഈ സാധാരണ മൂർഖൻ ചേര വിഴുങ്ങുന്ന പാമ്പ് തന്നെയാണ്, മൂർഖൻ അത് ചേര വിഴുങ്ങുന്ന, പക്ഷേ ഇത്രയും വലുതിനെ അതിനകത്തിരിക്കുന്ന ചെറുതിന് വിഴുങ്ങാനില്ല. പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ കടിച്ച് മുറിവുണ്ടാക്കി കുറേ കഴിയുമ്പോൾ ഇത് മരിച്ചു, പക്ഷേ വിഴുങ്ങാൻ പറ്റില്ല, ഇത്രയും സൈസ് ഉണ്ട്. പക്ഷേ അത് ഇത്രയും സൈസുള്ളൊരു മൂർഖനാണെങ്കിൽ അതിന് ഇതിൻ്റെ 10 ഇരട്ടിയുള്ള ചേരയെ വിഴുങ്ങാൻ പറ്റും, 10 ഇരട്ടിയുള്ള ചേര. അറിയാലോ നമ്മളെ എപ്പിസോഡിൽ തന്നെ ചേര വിഴുങ്ങുന്നതും മൂർഖൻ അണലിയെ വിഴുങ്ങുന്നതും ഇതൊക്കെ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ചാക്കിലാക്കാം സാറേ, സഞ്ചിങ്ങരും പുറത്ത് നമുക്ക് ഒരുപാട് നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ ഒരു അമ്മ ദോയ് ചേരയമ്മ ഒന്നും ചെയ്യത്തില്ല അമ്മ. പുറത്ത് അവർക്ക് കാണിക്കേണ്ടതുണ്ട്, നമ്മൾ അത് ഇതിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മുറുക്കി അതിൽ കൂടെ പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അവരെ പരിചയപ്പെടുത്താം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആൾക്കാർ പറയും ഇപ്പോൾ ഈ വാലിൻ്റെ കുറ്റി കണ്ടുകൊണ്ട്, വാലിൻ്റെ കൂർത്തിരിക്കുന്നുണ്ട്, ഉരുണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ പറയും ഇതിന് പ്രായ കൂടുതലാണെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, അത് എന്തെങ്കിലും അപകടത്തിൽ കട്ടായി പോണതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇതിനോട് താഴെ വെച്ചു. നമുക്ക് മറ്റേ ആളിനകത്തുണ്ട്, ആശ എങ്ങോട്ട് പോയെന്നൊരു പിടി.
മൂലയിൽ തന്നെ വിശാലമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അലമാര നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അലമാര നമുക്ക് നീക്കി നൂർത്ത് വയ്ക്കാം. അലമാര നൂർത്ത് വയ്ക്കാം. അടിപൊളി, ഇതായിരിക്കുന്നു സൂപ്പറായിട്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ മാത്രം താമസിക്കുന്ന നെല്ലിവിള തൂക്കുപാലം എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ വിജനമായ സ്ഥലമാണ് അങ്ങോട്ട്. ഞാൻ വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇല്ല, അയലോക്കത്തൊക്കെ വീടുകൾ കുറച്ച് അടുത്തൊക്കെ വീടുണ്ട്, വിളിച്ച് അത്യാവശ്യത്തിന് ഓടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തായാലും അമ്മ ഇന്ന് ആദ്യമായിട്ടല്ല പാമ്പതി വീട്ടിനകത്ത് കാണുന്നത്. ഇതിന് മുന്നേ ഒരു ദിവസം അമ്മ ഒരാഴ്ചയ്ക്ക് മുന്നേ കണ്ടു എന്ന് പറയുന്നു. പിന്നെ അയലോക്കത്തുള്ള വീട്ടുകാരൊക്കെ ആ പറമ്പിലൊക്കെ കണ്ടു. ഇതായിരിക്കത്തില്ല, അവർ വലിയ സൈസ് എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ചെറുത്, മറ്റേത് ചേരയാണ്. എനിക്ക് തോന്നുന്നത് അമ്മ കണ്ടത് ഇതാവാം സാധ്യത കൂടുതലാണ്. സ്പീഡിൽ പോയെന്ന് പറഞ്ഞു. ചേരയാണ് ആദ്യം വന്നെങ്കിൽ ചേര ഏതിലെങ്കിലും കൂടെ കയറിപ്പോയനെ, ചേരയിലെങ്കിലും കൂടെ ഇറങ്ങി വെളിയിറങ്ങി. അപ്പോൾ ഇത് ഏകദേശം ഉദ്ദേശം 2 വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞു മൂർഖനാണ്. വേണ്ട കുഞ്ഞൻ, അടിപൊളി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ ഒന്ന് കാണിക്കണം. അത് കഴിഞ്ഞ് ഒരുപാട് പേര് വെളിയിലുണ്ട്. അവരെ നമുക്ക് കാണിച്ചേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ ഈ സാധനം എന്താണ്, ഇവിടെ നിന്ന് കിട്ടിയത് എന്താണ്, നാളെ ആരും ചോദിച്ചാൽ അവർക്ക് പറയണ്ടേ. 2 മക്കൾ വെളിയിലും കൂടിയാണ്, അതായത് പട്ടാളത്തിൽ കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയ മൂർഖൻ അമ്മ ഇത് കണ്ടോ, ചെറിയത്, അത്ര വലുതൊന്നുമല്ല, ചെറുത്, ഒരു 3 വയസ്സോളം പ്രായമുള്ള മൂർഖൻ കേട്ടോ. ഇതായിരിക്കണം അമ്മേരെ കാലിൽ തട്ടിയത്. ചവിട്ടിയെ മാത്രമേ ഇവയൊക്കെ കടിക്കുകയുള്ളൂ. അമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകണമല്ലേ, പണിക്ക് പോകുമ്പോൾ ഒരുപാട് പാമ്പുകളെ കണ്ടിട്ടില്ലേ, നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് കൈവാക്കിലിട്ട് നമ്മൾ എന്താ ചെയ്യുക, അത് പറയണമെന്നില്ല, ഞാൻ പറഞ്ഞത് തല്ലിക്കൊല്ലും. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ അമ്മേനെ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഡീസലോ മണ്ണെണ്ണയോ ഉണ്ടെങ്കിൽ പാമ്പിൻ്റെ ദേഹത്തല്ല, അമ്മ ഇന്ന് രാത്രി കിടക്കുമ്പോഴോ രാവിലെ ഈ ഡോറിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യണം. സ്പ്രേ ആയിട്ട് എടുത്ത് ഒഴിക്കരുത്, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് വരികയില്ല. അത് നമ്മുടെ സേഫ്റ്റിയാണ്, അതാരും പറഞ്ഞിട്ടുണ്ടായില്ല. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനിയും ചേര സ്ഥിരം വീടിനകത്ത് വരുന്ന ഒരാളാണ്. എലി എവിടെയുണ്ട് അവിടെ വരും. ഇതൊക്കെ അപൂർവമായിട്ട് മാത്രമാണ് വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പയ്യന്മാരെന്നെ പറയുന്നുണ്ട്, ഇവിടെ ആ വീട്ടിൽ കണ്ടു അവിടെ ബൈക്കിൽ കയറി ചുറ്റിയാണ്. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ വാർഡ് മെമ്പറിനറിയാം, ഇവിടുത്തെ പാമ്പിനെ പിടിക്കുക യഥാർത്ഥ കോൾ വരുന്ന വാർഡ് മെമ്പർക്കാണ്. എൻ്റെ നമ്പർ കൊടുത്തത് മെമ്പറാണ് കൊടുത്തത്. അപ്പോൾ അതാ നോക്കി, ഇതൊരു ചെറിയ മൂർഖനാണ്, അത്ര വലുതൊന്നുമല്ല. വേണ്ട, ഏകദേശം ഉദ്ദേശിച്ച ഒരു 3 വയസ്സോളം പ്രായമുള്ള മൂർഖൻ. നമ്മളൊരു പാമ്പിനെ പിടികൂടിയാൽ അവിടെ നിൽക്കുന്നവർക്കും ആ വീട്ടുകാർക്കും അവിടുത്തെ നാട്ടുകാർക്കും കാണാനുള്ള അവസരമുണ്ട്. ഈ അമ്മ വിളിച്ചോണ്ട് ഇത്രയും പേര്, ഞാൻ വിചാരിച്ചില്ല ഒരിക്കൽ ഇത്രയും പേര്. ഞാൻ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, 2 3 പേരേ ഉള്ളൂ. മെമ്പർ തന്നെ വേറൊരു ആവശ്യമായിട്ട് നിന്ന മെമ്പർ ഓടി ഇവിടെ വന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്. നമ്മൾ ഈ തലയുടെ പുറകിൽ ഈ കാണുന്ന പാടിൻ്റെ പേര് സാറിന് കണ്ണാടി എന്നാണ് വിളിക്കുന്നത്. കണ്ണാടി നമ്മൾ കണ്ണാടി മുറുക്കൻ എന്ന് പറഞ്ഞാൽ വെറും വട്ടപൂജ്യത്തിൽ കാണുന്ന കണ്ണാടി മുറുക്കൻ എന്ന് വിളിക്കുകയാണ്. പക്ഷേ അല്ല, ഈ ഇരട്ട കണ്ണാടി, ഈ കണ്ണിൻ്റെ പുറകിൽ, കഴുത്തിൻ്റെ പുറകിൽ 2 സിമ്പിൾ ഇറുപോലെ കാണുന്നതിന് ഇരട്ട കണ്ണാടി എന്നും, അതിന് ഒരു ഇത് മാത്രം കാണുന്നതിന് ഒറ്റ കണ്ണാടി എന്നുമാണ്. കണ്ണാടിയല്ല, കണ്ണട എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്കുണ്ട്. ഇനി വന്ന അമ്മ പറഞ്ഞത്, ഇനി വന്നാൽ ഞാൻ ഇതിനെ പിടിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ട് മക്കളെ വിളിക്കാമെന്നാണ് കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. ഇത്രയും ആൾ നമുക്കിവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് കാട്ടിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതായി, ഇത് മൂർഖൻ, ചെറിയ മൂർഖൻ, ഏകദേശം 3 വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞു മൂർഖൻ. അതിലുപരി നമുക്ക് ചേര, വലിയ ചേര, അത്ര ചെറിയ ചേരയൊന്നുമല്ല. അപ്പോൾ നമുക്കിവിടെ യഥാർത്ഥത്തിൽ അമ്മ കണ്ടത് മെമ്പറെ, അമ്മ ആദ്യം പറഞ്ഞ മൂർഖനാണെന്ന്. മൂർഖൻ തന്നെയാണ് കാലിൽ കൂടെ കയറി അമ്മ പറയുന്നത്. പക്ഷേ ഇത് ചേര, പക്ഷേ ഇത് വലിയ മൂർഖൻ. അമ്മ വലുതെന്നാണ് പറയുന്നത്. അപ്പോൾ കാലിൽ തട്ടിയത് ഇതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ മോഷൻ അതിനകത്തുണ്ട്, ഇതിൻ്റെ കാഷ്ടം ആ മൂലയ്ക്കുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയോ കയറിയതാണ്. ഇതിൻ്റെ അല്ല മോഷൻ, ഇതിൻ്റെയാണ് കിടക്കുന്നത്. ആ അലമാരയുടെ മൂലയ്ക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. എന്താണെന്നറിയാം, നമുക്ക് സന്തോഷം തന്നെയാണ്. നിങ്ങളെപ്പോലുള്ളവർ ഒരു സാമീപ്യം, ഇവരെ പോലുള്ളവർക്ക് നല്ല സമാധാനങ്ങൾ, വളരെ സന്തോഷം. അതുമാത്രം ഇവിടെ വന്നപ്പോൾ ഒരുപാട് അമ്മയുടെ കൂട്ടുകാരിലെ ലേഡീസും അതുപോലെ തന്നെ ചെറുപ്പക്കാർ, സാറിന് ഇതിലൊരു അത്യാവശ്യം ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകാൻ വിളിച്ചാൽ പോലും ഒരു ആണുങ്ങളെ കിട്ടാനില്ല. ആ സാഹചര്യത്തിൽ ഇവിടെ ഒത്തിരി 10-20ഓളം ആണുങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. നമ്മൾ എന്നെപ്പോലുള്ളവർക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാണ്. കാരണം വെച്ചാൽ ഈ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വാഹന അപകടങ്ങളൊക്കെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് തൊടാൻ പോലും ആൾക്കാർ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അതിനെയൊക്കെ എടുത്ത് വണ്ടി കയറ്റി വിട്ടിട്ടാണ് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം ഈ അമ്മ, ഒറ്റയ്ക്കുള്ള അമ്മ
ഇത് കണ്ടു. അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ കളിയാക്കുന്നുണ്ടായിരുന്നു. കാരണം അമ്മ പറഞ്ഞാൽ ആ കതവിലൊന്ന് കൊട്ടി ഗ്ലാസ്സിൽ മുട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കള്ളുകുടിക്കാരെങ്കിലും അതിനകത്തുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഗ്ലാസ്സിലൊക്കെ മുട്ടുന്ന സൗണ്ട് കിട്ടുമെന്നൊക്കെ അമ്മ പറഞ്ഞു. ഞാൻ കളിയാക്കി, ഞാനെല്ലാം തമാശ രൂപത്തിലേ കാണാറുള്ളൂ, പേടിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. രാജഗോപാലെ കണ്ടാലും ഞാൻ പറയാം അമ്മ അത് നീർക്കോലിയായിരിക്കും എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ ആൾക്കാരെ പേടി മരുന്ന് കടിച്ചാൽ തന്നെ പല കടി കേസുകളും വരുമ്പോൾ സമയത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതുവല്ല നീർക്കോലിയോ അല്ലായിരിക്കും കടിച്ച് ചിലപ്പോൾ മൂർക്കനായിരിക്കും. ഞാൻ പറഞ്ഞ ധൈര്യം കൊണ്ടുവന്നിട്ടാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടല്ലോ, ഇതൊരു മൂർഖൻ, അത്ര വലിയ മൂർഖനല്ല, വയ്യ. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു മൂർഖനല്ല, ഇതൊരു വലിയ സാധനമൊന്നും അല്ല, ഇതൊരു ചെറുതെന്ന് പറഞ്ഞിറങ്ങി പറയാം, ചെറുതെന്ന് മാത്രം പറയാം കേട്ടോ. ഇതൊരു ചെറുതെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അമ്മ ഞാൻ എടുത്തോളാം, അവിടെ ഇരിക്കണേ സാർ, അവിടെ ഇരിക്കുക കേട്ടോ, പൊക്കളല്ലേ, ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് കൂട്ടിലായിക്കോട്ടെ കേട്ടോ. നല്ല മക്കളായിട്ട് ഇരിക്കണം കേട്ടോ, നല്ല മക്കൾ. പേരിടും ഞാൻ ഇതിനെ ഒന്ന് ചാക്കിലാക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട അമ്മയുടെ ചേരയെ നമ്മൾ ചാക്കിലാക്കുകയാണ്. പക്ഷെ നമ്മൾ വലിയ ചാക്കിലാക്കിയാലും ചെറിയ ചാക്കിലാക്കിയാലും ഒക്കെ അത് ഒരു മൂലയിൽ പോയിരിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ചേരയെ കൊണ്ട് റൂമിനകത്തിട്ട് ആ വലിയ AC റൂമാണ് 10 അടി നീളമുണ്ടെന്ന് പറഞ്ഞാൽ ചേര വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിനെ കെട്ടി ചേരയെ നമ്മൾ സേഫായിട്ട് ചാക്കിലാക്കി. അപ്പോൾ നമ്മളിവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ജീവിയും കൊല്ലുന്നൊരു പ്രവണതയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പാമ്പ് കടികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടും മരണം കൂടുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം പോയി കടി വാങ്ങുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മൾ വൃത്തിയാക്കി ഇടാറില്ല. ആ കൊറോണയ്ക്ക് ശേഷം സ്വന്തം പറമ്പിൽ നമ്മൾ വൃത്തിയാക്കി ഇടാറില്ല. അപ്പോൾ നമ്മൾ ഇതേണ്ട ഇദ്ദേഹത്തിന് നമ്മളെന്തായാലും അമ്മ ആ ബോട്ടിൽ ഇങ്ങനെ അമ്മ ബോട്ടിൽ അങ്ങ് ഇറങ്ങണമെന്നില്ല, ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെയും ബോട്ടിലാക്കുകയാണ്. പതുക്കെ തന്നെ ഇങ്ങ് തന്നാൽ മതി, അവിടെ നിന്ന് എത്തിങ്ങി തന്നാൽ മതി. തുറക്കണം, തുറന്നു. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ പേടിയൊന്നുമില്ല. അമ്മ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഇനി വന്ന പാമ്പിനെ ഞാൻ പിടിക്കുമെന്നാണ്. അമ്മ പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും സമയം കളയുന്നില്ല. അമ്മ അടപ്പിങ്ങരാം. അമ്മയുടെ പേടിയൊക്കെ മാറിയോ? അമ്മ 2 കൂട്ടുകാരെ ഞാൻ കൊണ്ടുപോകണം. നമുക്കിനി ഇവിടെ ഇപ്പോൾ കള്ളന്മാരൊക്കെ വരാതിരുന്നത് ഇതുള്ളായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പാമ്പുണ്ടെന്നുള്ള പേടി. ഇനിയിപ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളിൽ പരത്തില്ല. അമ്മയുടെ പേരെന്താണ്? ശ്രീമതി അമ്മ. ഇനി ഇതിലേ കൂടെ പോകുന്ന ആൾക്ക് അയ്യോ ശ്രീമതി അക്കൻ്റെ വീട്ടിൽ പോകണ്ട, അവിടെ പാമ്പിൻ്റെ താഴ്വരയാണെന്ന് 2 എണ്ണത്തിന് ഒരുമിച്ച് കിട്ടിയില്ലേ. സന്തോഷം, എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി എന്ന് പറഞ്ഞ അമ്മയുടെ വീട്ടിനകത്ത് കണ്ട ഈ മൂർഖൻ അതിഥിയും നമ്മൾ പിടികൂടി. നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവരും പെണ്ണുങ്ങൾ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു, വളരെ സപ്പോർട്ടായിരുന്നു, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വിശേഷം, നമ്മുടെ ചേരയുടെയും ചെറിയ മൂർഖൻ അതിഥിയും പിടികൂടിയ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.